ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന പിതാവിന് വധശിക്ഷ. ചീനിക്കുഴി ആലിയപ്പറമ്പിൽ ഹമീദിനെയാണ് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. കുറ്റകൃത്യത്തിന്റെ സ്വഭാവം പരിഗണിച്ച് പ്രതിയുടെ പ്രായം പോലും പരിഗണിക്കാതെയാണ് കോടതി വധശിക്ഷ വിധിച്ചത്. ചീനിക്കുഴി കൂട്ടക്കൊലയെ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചുകൊണ്ടാണ് മുട്ടം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. ഈ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരെ കേസുകൾ ചുമത്തിയിരുന്നത്. ഇതിൽ IPC 302, അതോടൊപ്പം തന്നെ IPC 436, ഈ രണ്ട് വകുപ്പുകളിലും പ്രതി കുറ്റക്കാരനാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ കേസിൽ പ്രായത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ പ്രായത്തിന്റെ പരിഗണന നൽകാതെ തന്നെ കോടതി ഹമീദിന് വധശിക്ഷ വിധിക്കുകയായിരുന്നു. 302-ന് ക്യാപിറ്റൽ പണിഷ്മെന്റും 436-ന് 10 വർഷം. പ്രായം മാത്രമായിട്ട് ഒരു പരിഗണിക്കാൻ പാടില്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രതിഭാഗം ഈ കേസിൽ പ്രധാനമായും ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് ഈ പ്രതിയായിട്ടുള്ള ഹമീദ് മകനും കുടുംബവും തീപ്പൊള്ളലേറ്റപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്നൊരു വാദമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് കോടതി പരിഗണിച്ചിട്ടില്ല. എന്തായാലും പ്രായത്തിന്റെ ആനുകൂല്യം പോലും ലഭിച്ചില്ല എന്നുള്ളത് ഈ കേസിന്റെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നത്, വി വിൽ ഗോ ഫോർ അപ്പീൽ, വി വിൽ പ്രൂവ് അവർ ഇന്നസെൻസ്. ഐ നോ മൈ കേസ്. എനിക്ക് എൻ്റെ കേസ് എനിക്കറിയാം. And I am sure that innocence will be proved in the High Court. 9 ഉം 11 വയസ്സുള്ള 2 ചെറിയ പെൺകുട്ടികളെ അടക്കമാണ് പ്രതിയായിട്ടുള്ള ഹമീദ് അഗ്നിക്ക് ഇരയാക്കിയത്. ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കോടതി ഉത്തരവ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. എന്തായാലും പ്രതിയെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനസാന്തരം ഈ പ്രതിക്ക് ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. ഏതെങ്കിലും രീതിയിൽ മാനസാന്തരം ഉണ്ടായി സമൂഹത്തിൽ നല്ല ജീവിതം നയിക്കാനുള്ള ഒരു അവസരം ആണ് നൽകുന്നത്. പക്ഷേ ഹമീദിന്റെ കാര്യത്തിൽ അത്തരമൊരു സാഹചര്യം ഇല്ല ാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. മുട്ടത്ത് നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.